ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഡൽഹി സുൽത്താനേറ്റ് ആണ്. അപ്പോൾ 1206 മുതൽ 1526 വരെയാണ് ഡൽഹി സുൽത്താനേറ്റ് വരുന്നത്. വർഷങ്ങളെന്ന് പറയുന്നത് 1206 തൊട്ട് 1526 വരെ. ഓക്കെ, ഒന്നാമത് തുർക്കികളുടെ ആക്രമണത്തിന് ശേഷം 1206 മുതൽ 1526 വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച 5 രാജവംശങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ തുർക്കികളുടെ ആക്രമണത്തിന് ശേഷം 1206 തൊട്ട് 1526 വരെ ഡൽഹി സെൻട്രാക്കി ഭരിച്ച 5 രാജവംശങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അധികാരം എന്നർത്ഥം വരുന്ന സൽത്ത് എന്ന പദത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് സൽത്തനത്ത് അല്ലെങ്കിൽ സുൽത്താനേറ്റ്. അപ്പം അധികാരം എന്നാണ് എന്തിന് സൽട്ടിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് എന്ത് വരുന്നത്, സൽത്തനത്ത് അല്ലെങ്കിൽ സുൽത്താനേറ്റ് എന്ന് വരുന്നത്. ഓക്കെ, നമുക്കറിയാം 5 രാജവംശമാണ് ഉള്ളത്. അതിലെ സ്ഥാപകരും അവരിരുന്ന വർഷവും. അടിമവംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. ഇച്ചിരി ക്ലിയർ കുറവാണ്, എന്നാലും കാണുക. അടിമവംശം കുത്ബുദ്ദീൻ ഐബക്കാണ് സ്ഥാപകൻ. അടിമവംശത്തിൻ്റെ ആരാണ്? കുത്ബുദ്ദീൻ ഐബക്കാണ്. 1206 തൊട്ട് 1290 വരെയാണ് ഇരുന്ന വർഷം. ഖിൽജി വംശം എന്ന് പറയുന്നത് ജലാലുദ്ദീൻ ഖിൽജിയാണ്. അപ്പം ഖിൽജിയിൽ തന്നെ ഉണ്ട് ജലാലുദ്ദീൻ ഖിൽജി. 1290 തൊട്ട് 1320 വരെയാണ്. തുഗ്ലക് വംശം ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. 1320 തൊട്ട് 1414 വരെ. സയ്യിദ് വംശം കിസർഖാൻ സയ്യിദാണ്. 1414 തൊട്ട് 1451 വരെ. ലോധി വംശമാണ് ബഹ്ലൂൽ ലോധി. 1451 തൊട്ട് 1526 വരെ. അപ്പോൾ 5 വംശങ്ങളാണ്. തുർക്കികളുടെ ആക്രമണത്തിന് ശേഷം 1206 തൊട്ട് 1526 വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച 5 രാജവംശങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്നത്. ഈ സൽത്തനത്ത് അല്ലെങ്കിൽ സുൽത്താനേറ്റ് എന്ന് വന്നത് അല്ലെങ്കിൽ സൾട്ട് എന്ന പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അധികാരമെന്നാണ്. അപ്പോൾ 5 വംശമുണ്ട്. ഇതൊക്കെയാണ് അടിമവംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, പിന്നെ ഏതാണ്, സയ്യിദ് വംശം, ലോധി വംശമാണ്. അപ്പോൾ അടിമവംശം എന്ന് പറയുന്നത് കുത്ബുദ്ദീൻ ഐബക്കാണ്. 1206 തൊട്ട് 1290 വരെ. ഖിൽജി വംശം ജലാലുദ്ദീൻ ഖിൽജിയാണ്. 1290 തൊട്ട് 1320 വരെ. തുഗ്ലക് വംശം എന്ന് പറയുന്നത് ഗിയാസുദ്ദീൻ തുഗ്ലക്. 1320 തൊട്ട് 1414 വരെ. സയ്യിദ് വംശം എന്ന് പറഞ്ഞാൽ കിസർഖാൻ സയ്യിദാണ്. 1414 തൊട്ട് 1451 വരെ. ലോധി വംശം എന്ന് പറയുന്നത് ബഹ്ലൂൽ ലോധിയാണ്. 1451 തൊട്ട് 1526 വരെ. ഓക്കെ, നമുക്കിനി അടിമവംശം നോക്കാം. ഓക്കെ, അടിമവംശം ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശമാണ്. അടിമവംശം ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശമാണ്. 1206 തൊട്ട് 1290 വരെയാണ് അടിമവംശം ഇരുന്നത്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശം. അടിമവംശം സ്ഥാപിച്ചത് AD 1206 ഇൽബാരി രാജവംശം, യാമിനി രാജവംശം, മാംലുക് രാജവംശം എന്ന പേരുകളിൽ അറിയപ്പെട്ടു. അപ്പോൾ അടിവംശം ഏതൊക്കെ പേരിലാണ് അറിയപ്പെട്ടത്? ഇൽബാരി രാജവംശം, യാമിനി രാജവംശം, മാംലൂക്ക് രാജവംശം എന്നീ പേരുകൾ അറിയപ്പെടുന്ന രാജവംശമാണ് അടിവംശം എന്ന് പറയുന്നത്. അപ്പം അടിവംശം എന്ന് പറയുന്നത് 1206 തൊട്ട് 1290 വരെയാണ്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശമാണ് അടിവംശം. അടിവംശം സ്ഥാപിച്ചത് എന്നാണ് AD 1206. ഇൽബാരി രാജവംശം, യാമിനി രാജവംശം, മാംലൂക്ക് രാജവംശം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഏതൊക്കെ തന്നെയാണ്? നമ്മുടെ അടിമവംശമാണ്. ഇനി അടുത്തത് സ്ഥാപകനായിട്ടുള്ള ഖുത്ബുദ്ദീൻ ഐബക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഖുത്ബുദ്ദീൻ ഐബക്ക് 1206 തൊട്ട് 1210 വരെയാണ് ഇരുന്നത്. അടിമവംശ സ്ഥാപകനാണ് ആര്? ഖുത്ബുദ്ദീൻ ഐബക്ക്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരിയും ഖുത്ബുദ്ദീൻ ഐബക്കാണ്. അപ്പം ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശം അടിമവംശമാണ്. അപ്പോൾ ആദ്യ മുസ്ലിം ഭരണാധികാരി ആരായിരിക്കും? ഓട്ടോമാറ്റിക്കലി ഖുത്ബുദ്ദീൻ ഐബക്കാണ്. ഐബക്ക് എന്ന തുർക്കി പദത്തിൻ്റെ അർത്ഥം വിശ്വാസത്തിൻ്റെ കേന്ദ്രം. ഐബക്ക് എന്ന തുർക്കി പദത്തിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്. അപ്പോൾ ഖുത്ബുദ്ദീൻ ഐബക്ക് ഇരുന്നത് 1206 തൊട്ട് 1210 വരെയാണ്. അടിമവംശ സ്ഥാപകനാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരിയാണ്. ഐബക്ക് എന്ന തുർക്കി പദത്തിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസത്തിൻ്റെ കേന്ദ്രം എന്നാണ്. അടുത്തത് ഇനി കുത്തബ് മിനാറിൻ്റെ പണി ആരംഭിച്ച ഭരണാധികാരിയാണ് ആര്? ഖുത്ബുദ്ദീൻ ഐബക്ക്. കുത്തബ് മിനാറിൻ്റെ എന്താണ്? ഇതാണ് കുത്തബ് മിനാറിൻ്റെ
കുത്തബ് മിനാറിൻ്റെ എന്താണ് പണി ആരംഭിച്ച ഭരണാധികാരിയാണ് ആര്? ഖുത്ബുദ്ദീൻ ഐബക്ക്. കുത്തബ് മിനാറിൻ്റെ പണി പൂർത്തിയാക്കിയ സുൽത്താനാണ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷാണ് പൂർത്തിയാക്കിയത്, പക്ഷെ പണി ആരംഭിച്ചായിരുന്നു ഖുത്ബുദ്ദീൻ ഐബക്കാണ്. കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത് ആരുടെ ഓർമ്മയ്ക്കായാണ്? കുത്തബ് മിനാർ പണി കഴിപ്പിച്ച ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്? സൂഫി സന്യാസിയായ ഖ്വാജ ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കി. സൂഫി സന്യാസിയായ ഖ്വാജ ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കി എന്ന സന്യാസിയുടെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ആര്? ഖുത്ബുദ്ദീൻ ഐബക്ക് പണി ആരംഭിച്ച കുത്തബ് മിനാർ എന്ന് പറയുന്നത്. കുത്തബ് മിനാറിൻ്റെ ഉയരം എന്ന് പറയുന്നത് 231.8 അടിയാണ്. കുത്തബ് മിനാറിൻ്റെ സവിശേഷത ഉയരമുള്ള ഗോപുരവും ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണികളും. അപ്പോൾ ഉയരമുള്ള ഗോപുരവും ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണികളുമാണ് കുത്തബ് മിനാറിൻ്റെ സവിശേഷത. പ്രവേശന കവാടം എന്ന് പറയുന്നത് അലൈ ദർവാസയാണ് പ്രവേശന കവാടം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഖുത്ബുദ്ദീൻ ഐബക്കിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ കാലത്ത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ സ്ഥലം ലാഹോർ ആയിരുന്നു. ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ കാലത്ത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ തലസ്ഥാനം എവിടെയായിരുന്നു? തലസ്ഥാനം ഏതായിരുന്നു? ലാഹോർ ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യ ഇസ്ലാമിക രീതിയിലുള്ള നിർമ്മിതിയാണ് കുവത്ത് ഉൽ ഇസ്ലാം പള്ളി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഇസ്ലാമിക രീതിയിലുള്ള നിർമ്മിതിയാണ് കുവത്ത് ഉൽ ഇസ്ലാം പള്ളി. ഡൽഹിയിലെ കുവത്ത് ഉൽ ഇസ്ലാം പള്ളി പണി കഴിപ്പിച്ച ഡൽഹി ഭരണാധികാരിയാണ് ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അജ്മീറിലെ അഥായ് ദിൻകോ ജോൺപ്ര നിർമ്മിച്ചത് അല്ലെങ്കിൽ മോസ്ക് നിർമ്മിച്ചതാണ് ഖുത്ബുദ്ദീൻ ഐബക്കാണ്. ലാഖ്ബഷ് ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ എന്ന് അറിയപ്പെട്ടിരുന്ന അടിമവംശ ഭരണാധികാരിയാണ് ഖുത്ബുദ്ദീൻ ഐബക്ക്. ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ ഭരണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് താജുൽ മാസീർ. അത് അടുത്തത് താജ് ഉൽ മാസീർ രചിച്ചതാരാണ്? താജുൽ മാസീർ രചിച്ചതാരാണ്? ഹസൻ നിസാമിയാണ്. ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ സദസ്സിലെ പ്രസിദ്ധ ചിത്രകാരനാരായിരുന്നു? ഹസൻ നിസാമിയായിരുന്നു. 2010 ലാഹോറിൽ വെച്ച് പോളോ ചൗഗൻ കളിക്കുന്നതിലൂടെ കുതിരപ്പുറത്തു നിന്നും വീണ് മരിച്ച ഭരണാധികാരിയും ആര് തന്നെയാണ്? ഖുത്ബുദ്ദീൻ ഐബക്കാണ്. ഖുത്ബുദ്ദീനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ആരാം ഷാ. അപ്പം നമുക്കൊന്നും കൂടെ നോക്കാം. അപ്പോൾ ഖുത്ബുദ്ദീൻ ഐബക്കിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയായിരുന്നു. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? 1206 തൊട്ട് 1290 വരെയുള്ള അടിമവംശ സ്ഥാപകനായിരുന്നു ഖുത്ബുദ്ദീൻ ഐബക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് കുത്തബ് മിനാറിനെ കുറിച്ചായിരുന്നു. കുത്തബ് മിനാറിൻ്റെ അല്ലെങ്കിൽ പണി ആരംഭിച്ച ഭരണാധികാരിയാണ് ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. കുത്തബ് മിനാറിൻ്റെ പണി പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ്. എന്നാൽ കുത്തബ് മിനാർ എന്തിൻ്റെ ഓർമ്മയ്ക്കാണ്ടാണ് പണി കഴിപ്പിച്ചതെന്ന് ചോദിച്ചാൽ സൂഫി സന്യാസിയായ ഖ്വാജ ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കയുടെ ഓർമ്മയ്ക്കായിട്ടാണ്. കുത്തബ് മിനാറിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ 237.8 അടിയാണ്. കുത്തബ് മിനാറിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഉയരമുള്ള ഗോപുരവും പിന്നെ ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണികളും പ്രവേശന കവാടം എന്ന് പറഞ്ഞാൽ അലൈ ദർവാസയാണ്. ഇനി ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ കാലത്ത് ഡൽഹി സുൽത്താൻ്റെ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ ലാഹോർ ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യ ഇസ്ലാമിക രീതിയിലുള്ള നിർമ്മിതിയാണ് കുവത്ത് ഉൽ ഇസ്ലാം പള്ളി. ഇന്ത്യയിലെ ആദ്യ ഇസ്ലാമിക രീതിയിലുള്ള ഒരു നിർമ്മിതിയാണ് എന്ത്? കുവത്തുൽ ഇസ്ലാം പള്ളി. ഡൽഹിയിലെ കുവത്തുൽ ഇസ്ലാം പള്ളി പണിയെടുപ്പിച്ച ഡൽഹി ഭരണാധികാരിയാണ് ആര്? ഖുത്ബുദ്ദീൻ ഐബക്ക്. അതുപോലെ തന്നെ അദ്ദേഹം നിർമ്മിച്ചൊരു മോസ്ക് ഉണ്ട്, അജ്മീറിലെ അഥായ് ദിൻകോ ജോൺപ്ര മോസ്ക്. അതുപോലെ ലാഖ്ബക്ഷ് എന്ന അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കൊടുക്കുന്നവൻ എന്നറിയപ്പെടുന്ന ഒരു അടിമവംശ ഭരണാധികാരി. അപ്പോൾ ലാഖ്ബക്ഷ് അല്ലെങ്കിൽ ലക്ഷണം കൊടുക്കുന്നവൻ എന്നറിയപ്പെട്ട ഒരു അടിമവംശ ഭരണാധികാരിയായിരുന്നു ആര്? ഖുത്ബുദ്ദീൻ ഐബക്ക്. അതുപോലെ തന്നെ ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ ഭരണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് താജുൽ മാസീറാണ് ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ ഭരണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം. അതുപോലെ തന്നെ താജുൽ മാസീർ രചിച്ചതാരാണ്? ഹസൻ നിസാമിയാണ് ആര്? പ്രശസ്ത ചിത്രകാരനാരുടെ ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ സദസ്സിലെ പ്രസിദ്ധ ചരിത്രകാരനായിരുന്നു ആര്? ഹസൻ നിസാമി. ചരിത്രകാരനായിരുന്നു ആര്? ഹസൻ നിസാമി. 1210 ലാഹോറിൽ വെച്ച് പോളോ അല്ലെങ്കിൽ ചൗഗൻ കളിക്കുന്നതിലൂടെ കുതിരപ്പുറത്തു നിന്നും വീണ മരിച്ച ഭരണാധികാരിയാണ് ആര്? ഖുത്ബുദ്ദീൻ ഐബക്ക്. ഖുത്ബുദ്ദീനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ആരാം ഷാ ആണ്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ഭരണാധികാരി ആരായിരുന്നു? ഇൽത്തുമിഷാണ്. ആരാണ്? ഇൽത്തുമിഷ്. 1210 തൊട്ട് 1236 വരെ ഇരുന്ന ആളാണ് ഇൽത്തുമിഷ് എന്ന് പറയുന്നത്.
ഓക്കെ. ആരാംഷയെ വധിച്ച് അധികാരം പിടിച്ചെടുത്ത അടിമവംശ ഭരണാധികാരിയാണ് ആര്? ഇൽത്തുമിഷ്. അപ്പം നമ്മൾ പറഞ്ഞു ഖുത്ബുദ്ദീൻ ഐബക്ക് മറ്റേ കുതിരപ്പുറത്തുനിന്ന് വീണ് മരിച്ചതിനെ തുടർന്ന് അധികാരത്തിൽ വന്നതായിരുന്നു? ആരാംഷയായിരുന്നു. ഈ ഇൽത്തുമിഷ് എന്ത് ചെയ്തു? ആരാംഷയെ വധിച്ചിട്ട് അധികാരം എന്ത് ചെയ്തു? അടിമവംശത്തിൻ്റെ അധികാരം പിടിച്ചെടുത്തു. ഇൽത്തുമിഷ് ആരാംഷയെ പരാജയപ്പെടുത്തിയ സ്ഥലമാണ് ഏത്? ബാഗ് ഇ ജൂദ് മൈതാനം. ബാഗ് ഇ ജൂദ് മൈതാനത്താണ് ഇൽത്തുമിഷ് ആരെ പരാജയപ്പെടുത്തിയത്? ആരാംഷയെ പരാജയപ്പെടുത്തിയത്. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇൽത്തുമിഷ് എവിടുത്തെ ഗവർണറായിരുന്നു? അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇൽത്തുമിഷ് എവിടുത്തെ ഗവർണറായിരുന്നു? ബദായും. അപ്പോൾ എന്താണ്? അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇൽത്തുമിഷ് എവിടുത്തെ ഭരണാധികാരി അല്ലെ ഗവർണറായിരുന്നു എന്ന് ചോദിച്ചാൽ ബദായൂമിലെ ഭരണാധികാരിയായിരുന്നു, ഗവർണറായിരുന്നു ആര്? ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാംഷയെ വധിച്ച് അധികാരം പിടിച്ചെടുത്ത അടിമവംശ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷ് ആരാംഷയെ പരാജയപ്പെടുത്തിയ സ്ഥലമാണ് ബാഗ് ഇ ജൂദ് മൈതാനം. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇൽത്തുമിഷ് എവിടുത്തെ ഗവർണറായിരുന്നു എന്ന് നമ്മളോട് ചോദിച്ചാൽ ബദായൂം. അടുത്തത് അടിമയുടെ അടിമ. ഓക്കെ. ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന സ്ഥാനത്തിൽ ഭരണം നടത്തിയ സുൽത്താനാണ് ഇൽത്തുമിഷ്. അപ്പോൾ ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന സ്ഥാനപ്പേരിൽ ഭരണം നടത്തിയ സുൽത്താൻ ആരാണ്? ഇൽത്തുമിഷാണ്. അടിമയുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സുൽത്താനുമാരാണ്? ഇൽത്തുമിഷാണ്. ഭഗവത് ദാസന്മാരുടെ സഹായി, അതും ആരാണ്? ഇൽത്തുമിഷ്. ശവകുടീര നിർമ്മാണത്തിന്റെ പിതാവ് ഇൽത്തുമിഷ്. അപ്പം ഇൽത്തുമിഷിനെ എങ്ങനെയൊക്കെയാണ്? ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന സ്ഥാനപ്പേരിൽ ഭരണം നടത്തിയ ഭരണാധികാരിയാണ് ആര്? അല്ലെങ്കിൽ സുൽത്താനാണ് ആര്? ഇൽത്തുമിഷ്. അടിമയുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇൽത്തുമിഷാണ്. ഭഗവത് ദാസന്മാരുടെ സഹായി എന്നറിയപ്പെട്ടിരുന്ന സുൽത്താനാണ് ഇൽത്തുമിഷ്. അതുപോലെ തന്നെ ശവകുടീര നിർമ്മാണത്തിന്റെ പിതാവ് ആരായിരുന്നു? ഇൽത്തുമിഷായിരുന്നു. അടുത്തത് ലാഹോറിൽ നിന്നും തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ അടിമവംശ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. അപ്പം ലാഹോറിൽ നിന്നും തലസ്ഥാനം എവിടെയാണ്? ഖുത്ബുദ്ദീൻ ഐബക്ക് എവിടെയാണ് തലസ്ഥാനം വെച്ചിരുന്നത്? ലാഹോറിലായിരുന്നു. പക്ഷേ എന്താണ്? ഇൽത്തുമിഷ് ഭരണം ഏറ്റെടുത്തപ്പോൾ എന്താണ്? ലാഹോറിൽ നിന്നും തലസ്ഥാനം എവിടെയാക്കി മാറ്റി? ഡൽഹിയിലേക്ക് മാറ്റി. ബാഗ്ദാദ് ഖലീഫ ഇൽത്തുമിഷിന് നൽകിയ ബഹുമതിയാണ് സുൽത്താൻ ഇ അസം. അപ്പം ബാഗ്ദാദ് ഖലീഫ ആർക്ക്? ഇൽത്തുമിഷിന് നൽകിയൊരു ബഹുമതിയുണ്ട്, സുൽത്താൻ ഇ അസം എന്നാണ്. ഭൂനികുതി സമ്പ്രദായമായ ഇക്ത സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ഇൽത്തുമിഷാണ്. അപ്പോൾ ഭൂനികുതി സമ്പ്രദായമായ ഇക്ത സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഇൽത്തുമിഷാണ്. അതുപോലെ തന്നെ ഇൽത്തുമിഷ് പുറത്തിറക്കിയ നാണയങ്ങളാണ് തങ്ക, ജിറ്റാൾ. തങ്ക മീൻസ് വെള്ളി നാണയം, ജിറ്റാൾ എന്ന് പറഞ്ഞാൽ ചെമ്പ് നാണയമാണ്. ഇനി റെയർ ഫാക്റ്റ് നമുക്ക് നോക്കാം. റെയർ ഫാക്ട്സ് എന്ന് പറയുന്നത് നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധിയാണ് താൻ. നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധിയാണ് താൻ എന്ന് രേഖപ്പെടുത്തിയ സുൽത്താനാണ് ഇൽത്തുമിഷ്. അപ്പോൾ നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധിയാണ് താനെന്ന് രേഖപ്പെടുത്തിയ സുൽത്താനാണ് ഇൽത്തുമിഷ്. അപ്പോൾ ഇൽത്തുമിഷിനെ കുറിച്ച് പറഞ്ഞാൽ 1210 തൊട്ട് 1236 വരെയാണ് ഇരുന്നിട്ടുള്ളത്. ആരാംഷയെ വധിച്ചിട്ട് അധികാരം പിടിച്ചെടുത്ത അടിമവംശ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. ആരാംഷയെ പരാജയപ്പെടുത്തിയ സ്ഥലമാണ് ബാഗ് ഇ ജൂദ് മൈതാനം. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇൽത്തുമിഷ് എവിടുത്തെ ഗവർണറായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? ബദായൂം. അടിമയുടെ അടിമ, ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന സ്ഥാനപ്പേരിൽ ഭരണം നടത്തിയ ആളാണ് അടിമയുടെ അടിമ. അതുപോലെ തന്നെ ദൈവഭൂമിയുടെ സംരക്ഷണം എന്നൊക്കെ അറിയപ്പെട്ടു. ഭഗവത് ദാസന്മാരുടെ സഹായി എന്നറിയപ്പെട്ടു. ശവകുടീര നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടു ഇൽത്തുമിഷ്. ലാഹോറിൽ നിന്നും തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ അടിമവംശ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. ബാഗ്ദാദ് ഖലീഫ ഇൽത്തുമിഷിന് നൽകിയ ബഹുമതിയാണ് സുൽത്താൻ ഇ അസം. ഭൂനികുതി സമ്പ്രദായമായ ഇക്ത സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചതും ഇൽത്തുമിഷാണ്. ഇൽത്തുമിഷ് പുറത്തിറക്കിയ നാണയങ്ങളാണ് തങ്ക, വെള്ളി നാണയം, ജീറ്റാൾ, ചെമ്പ് നാണയം. ഈ റയർ ഫാക്റ്റാണ് പറയുന്നത്. നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധിയാണ് ഞാൻ അല്ലെങ്കിൽ താനെന്ന് രേഖപ്പെടുത്തിയ സുൽത്താനാണ് ആര്? ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് അടിമവംശത്തിൻ്റെ ഭരണകാലഘട്ടത്തെക്കുറിച്ച് അറിവ് നൽകുന്ന ഗ്രന്ഥമാണ് തബാക്കത്ത് ഇ നസറി. അപ്പോൾ എന്താണ്? അടിമവംശത്തിൻ്റെ ഭരണകാലഘട്ടത്തെക്കുറിച്ച് അറിവ് നൽകുന്ന ഗ്രന്ഥമാണ് തബാക്കത്ത് ഇ നസറി എന്ന് പറയുന്നത്. തബാക്കത്ത് ഇ നസറി എഴുതിയത് മിൽഹജ് അൽ സിറാജാണ്. മിൽഹജ് അൽ സിറാജിനെയാണ് തബാക്കത്ത് ഇ നസറി എന്ന് പറയുന്നത്. അപ്പോൾ
ഭരണകാലഘട്ടത്തെക്കുറിച്ച് ഒരു ഗ്രന്ഥം അറിവ് നൽകുന്നൊരു ഗ്രന്ഥമുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്, തബാഖത്ത് ഇ നസറി എന്ന് പറയുന്നത്. ഈ തബാഖത്ത് ഇ നസറി എഴുതിയതാരാണ്? മിൽഹജ് അൽ സിറാജാണ്. അപ്പോൾ എന്താണ്, ഭരണകാര്യങ്ങളിൽ ഉപദേശം നൽകാനായി ഇൽത്തുമിഷ് രൂപീകരിച്ച തുർക്കി പ്രമാണിമാരുടെ സംഘമാണ് ചാലിസ അല്ലെങ്കിൽ ചഹൽഗാനി എന്നറിയപ്പെടുന്നത്. അപ്പം ഭരണകാര്യങ്ങളിൽ ഉപദേശം നൽകാനായിട്ട് ഇൽത്തുമിഷ് രൂപീകരിച്ച തുർക്കി പ്രമാണിമാരുടെ ഒരു സംഘം. അപ്പം ഭരണകാര്യങ്ങളിൽ എന്താണ് ഉപദേശം നൽകാനായിട്ട് ഇൽത്തുമിഷ് രൂപീകരിച്ച തുർക്കി പ്രമാണിമാരുടെ സംഘമാണ് ചാലിസ അല്ലെങ്കിൽ ചഹൽഗാനി. അതൊരു ടർക്കിഷ് ഫോർട്ടിയാണ്. ഓക്കെ. മരണമടഞ്ഞ മകൻ നസറുദ്ദീൻ മുഹമ്മദിന് വേണ്ടി ഇൽത്തുമിഷ് നിർമ്മിച്ച ശവകുടീരമാണ് സുൽത്താൻ ഗരി. മരണമടഞ്ഞ മകൻ നസറുദ്ദീൻ മുഹമ്മദിന് വേണ്ടി ഇൽത്തുമിഷ് നിർമ്മിച്ച ശവകുടീരമാണ് സുൽത്താൻ ഗരി. ഇന്ത്യയിലെ ആദ്യ ഇസ്ലാമിക ശവകുടീരമാണ് സുൽത്താൻ ഗരി എന്ന് പറയുന്നത്, മൊസോളിയത്തിൽ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക ശവകുടീരമാണ് സുൽത്താൻ ഗരി എന്ന് പറയുന്നത്. ഇൽത്തുമിഷിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് കുത്തബ് കോംപ്ലക്സ് മെഹ്റൗളിയിലെ കുത്തബ് കോംപ്ലക്സിലാണ്. ഇൽത്തുമിഷിൻ്റെ ഭരണകാലത്ത് ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ ഭരണാധികാരിയാണ് ആര്? ചെങ്കിസ് ഖാൻ. അപ്പോൾ ഇൽത്തുമിഷിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ ഭരണാധികാരി ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിച്ച വർഷം ഏതാണ്? 1221 ചെങ്കിസ് ഖാൻ എന്ത് ചെയ്യുന്നത്? ഇന്ത്യ ആക്രമിക്കുന്നത്. കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായമായ കൊറിയർ നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ചെങ്കിസ് ഖാൻ. അപ്പോൾ കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായമായ കൊറിയർ നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ചെങ്കിസ് ഖാനാണ്. ചെങ്കിസ് ഖാൻ്റെ യഥാർത്ഥ പേരെന്താണ്? തെമുജീനാണ്. അപ്പോൾ അടിമ വംശത്തിൻ്റെ ഭരണകാലഘട്ടത്തെക്കുറിച്ച് അറിവ് നൽകുന്ന ഗ്രന്ഥമാണ് തബാഖത്ത് ഇ നസറി എന്ന് പറയുന്നത്. തബാഖത്ത് ഇ നസറി എഴുതിയത് മിൽഹജ് അൽ സിറാജാണ്. ഭരണകാര്യങ്ങളിൽ ഉപദേശം നൽകാനായി ഇൽത്തുമിഷ് രൂപീകരിച്ച തുർക്കി പ്രമാണിമാരുടെ സംഘമാണ് ചാലിസ അല്ലെങ്കിൽ ചഹൽഗാനി എന്ന് പറയുന്നത്. മരണമടഞ്ഞ മകൻ നസറുദ്ദീൻ മുഹമ്മദിന് വേണ്ടി ഇൽത്തുമിഷ് നിർമ്മിച്ച ശവകുടീരം ഏതാണ്? സുൽത്താൻ ഗരി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക ശവകുടീരമാണ് സുൽത്താൻ ഗരി. ഇൽത്തുമിഷിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുത്തബ് കോംപ്ലക്സിലാണ്, മെഹ്റൗളി. ഇൽത്തുമിഷിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ ഭരണാധികാരി ചെങ്കിസ് ഖാനാണ്. ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിച്ച വർഷമാണ് 1221. കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായമായ കൊറിയർ നടപ്പിലാക്കിയ ഭരണാധികാരിമാരാണ്? ചെങ്കിസ് ഖാനാണ്. ചെങ്കിസ് ഖാൻ്റെ യഥാർത്ഥ പേര് എന്താണ്? തെമുജിൻ എന്നാണ്. തെമുജിൻ. ഓക്കെ. അടുത്തത് റസിയ സുൽത്താനയാണ് അടുത്തതാവുന്നത്, അടിമവംശത്തിൻ്റെ ഭരണാധികാരി. അപ്പോൾ 1236 തൊട്ട് 1240 വരെ റസിയ സുൽത്താനയാണ് ഇരുന്നത്. ഇൽത്തുമിഷിനെ തുടർന്ന് അധികാരത്തിൽ വന്ന വനിതാ ഭരണാധികാരിയാണ് ആര്? റസിയ സുൽത്താന. ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി കൂടിയാണ് റസിയ സുൽത്താന. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയും റസിയ സുൽത്താനയാണ്. റസിയ സുൽത്താനയെ വിവാഹം കഴിച്ച ബട്ടിണ്ടയിലെ ഗവർണറാണ് മാലിക് അൽ തൂനിയ. അപ്പോൾ എന്താണ്, റസിയ സുൽത്താനെ വിവാഹം കഴിച്ച ബട്ടിണ്ടയിലെ ഗവർണറാണ് മാലിക് അൽ തൂനിയ എന്ന് പറയുന്നത്. അപ്പോൾ റസിയ സുൽത്താനയാണ് 1236 തൊട്ട് 1240 വരെ 4 വർഷം ഇരുന്നു. ഇൽത്തുമിഷിനെ തുടർന്ന് അധികാരത്തിൽ വന്ന വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന. അതുപോലെ ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി, ഇന്ത്യയിലെ ആദ്യ വനിതാ ഭരണാധികാരി. റസിയ സുൽത്താനെ വിവാഹം കഴിച്ച് ബട്ടിണ്ടയിലെ ഗവർണറാണ് ആര്? മാലിക് അൽ തൂനിയ. അടുത്തത് നമുക്ക് നോക്കാം. ആരാണ്? ഗിയാസുദ്ദീൻ ബാൽബൻ ആണ്. 1266 തൊട്ട് 1287 വരെ ഗിയാസുദ്ദീൻ ബാൽബനാണ് ഭരിച്ചത്. അടിമവംശത്തിലെ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരി ആരായിരുന്നു? ഗിയാസുദ്ദീൻ ബാൽബനാണ്. രണ്ടാം അടിമവംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗിയാസുദ്ദീൻ ബാൽബനാണ്. അപ്പോൾ 1266 തൊട്ട് 1287 വരെ ഈ ഗിയാസുദ്ദീൻ ബാൽബൻ ഭരിച്ചു അടിമവംശം. അപ്പോൾ അതിൽ ഏറ്റവും അടിമവംശത്തിലിരുന്ന കഴിവുറ്റ ഭരണാധികാരി എന്ന് പറയപ്പെടുന്നത് ബാൽബനാണ്. രണ്ടാം അടിമവംശ സ്ഥാപകൻ എന്നറിയപ്പെട്ടതും ആരാണ്? ഗിയാസുദ്ദീൻ ബാൽബനാണ്. നൗറോസ് സിജ്ദ പൈബോസ് രാജാവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം, രാജാവിൻ്റെ പാദം ചുംബിക്കൽ എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കിയത് ബാൽബനാണ്. അപ്പം സിജ്ദ പൈബോസ്, അതായത് രാജാവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണാമം, അതാണ് സിജ്ദ. അതുപോലെ പൈബോസ് എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ പാദം ചുംബിക്കൽ എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കിയ ആരാണ്?
ബാൽബനാണ്. നവറോസ് എന്ന പേർഷ്യൻ പുതുവത്സര ആഘോഷം ആരംഭിച്ചതും ആരാണ്? ബാൽബനാണ്. അപ്പം നവറോസ് എന്ന പേർഷ്യൻ പുതുവത്സര ആഘോഷം ആരംഭിച്ചതും ആര് തന്നെയാണ്? ബാൽബനാണ്. ഓക്കെ ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യൻ. ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? ബാൽബനാണ്. ഉല്ലു ഖാൻ എന്നറിയപ്പെടുന്ന അടിമവംശ ഭരണാധികാരിയും ബാൽബനാണ്. ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയും ബാൽബനാണ്. രാജാധികാരം ദൈവത്വമാണെന്ന് വിശ്വസിച്ചിരുന്ന ഭരണാധികാരി ബാൽബനാണ്. രാജാവ് ദൈവത്തിൻ്റെ നിഴലാണെന്ന് വിശ്വസിച്ചിരുന്നതും ബാൽബനാണ്. കൊട്ടാരത്തിൽ തമാശയും ചിരിയും നിരോധിച്ച അടിമവംശ ഭരണാധികാരിയാണ് ബാൽബൻ. നിണവും ഇരുമ്പും എന്ന ന്യായം സ്വീകരിച്ച അടിമവംശ സുൽത്താനാണ് ബാൽബൻ. ചാലിസ നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ ചഹൽ ഗാനി എന്നുള്ള എന്താണ് ഇത് നിരോധിച്ച ഭരണാധികാരി ആരാണ്? ബാൽബനാണ്. അതുപോലെ കൃഷി ചാലിസല ചഹൽഗാനി എന്താണ് ഉപദേശം നൽകാനായിട്ടുള്ള രൂപീകരിച്ച പ്രമാണിമാരുടെ ഒരിതാണ്. അപ്പോൾ അതെന്ത് ചെയ്തു? ചാലിസയിലെ ചഹൽഗാനി എന്ത് ചെയ്തു? നിരോധിച്ചു ബാൽബൻ. അതുപോലെ തന്നെ കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബാൽബൻ കർഷകർക്ക് വീതിച്ചു കൊടുത്ത പ്രദേശമാണ് ദോവാബ് പ്രദേശം. അതായത് ഗംഗ യമുന നദികൾക്ക് ഇടയിലുള്ളൊരു പ്രദേശമാണ് ദോവാബ് പ്രദേശം. ബാൽബൻ്റെ കൊട്ടാരം അറിയപ്പെട്ടതാണ് ചുവന്ന കൊട്ടാരം, ലാൽ മഹൽ. ബാൽബൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മെഹ്റൗളി. ഗിയാസുദ്ദീൻ ബാൽബൻ്റെ കാലത്ത് ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്ന ദ്വൈത സിദ്ധാന്ത വക്താവ് ആരാണ്? മാധവാചാര്യർ. അടിമവംശത്തിലെ അവസാനത്തെ സുൽത്താനാണ് കൈക്കോബാദ്. സുൽത്താൻ ഭരണ കാലഘട്ടത്തിലെ ഔദ്യോഗിക ഭാഷയാണ് പേർഷ്യൻ. അപ്പോൾ എന്താണ്? ഗിയാസുദ്ദീൻ ബാൽബനും റസിയ സുൽത്താനയും നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഗിയാസുദ്ദീൻ ബാൽബൻ എന്തായിരുന്നു? 1266-87 വരെ അടിമവംശത്തിലെ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരി, രണ്ടാം അടിമവംശ സ്ഥാപകൻ എന്നറിയപ്പെട്ടു. അതുപോലെ സിജ്ദ പൈബോസ്, രാജാവിന് മുമ്പിൽ സാഷ്ടാംഗം പ്രമാണം, അതുപോലെ രാജാവിൻ്റെ പാദം ചുംബിക്കൽ എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കിയത് ബാൽബനാണ്. നവറോസ് എന്ന പേർഷ്യൻ പുതുവത്സരാഘോഷവും ആരംഭിച്ചു. ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യനെന്നറിയപ്പെട്ടു. ഉല്ലു ഖാൻ എന്നറിയപ്പെടുന്ന അടിമവംശ ഭരണാധികാരിയാണ്. ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചു. രാജാധികാരം ദൈവത്വമാണെന്ന് വിശ്വസിച്ചു. രാജാവ് ദൈവത്തിൻ്റെ നിഴലാണെന്ന് വിശ്വസിച്ചു. കൊട്ടാരത്തെ തമാശയും ചിരിയും ഒക്കെ നിരോധിച്ച അടിമവംശ ഭരണാധികാരിയാണ്. നിണവും ഇരുമ്പും എന്ന നയം സ്വയം സ്വീകരിച്ച അടിമവംശ സുൽത്താനാണ്. ചാലിസ നിരോധിച്ച അടിമവംശ ഭരണാധികാരിയാണ്. കൃഷി വ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് ബാൽബൻ കർഷകർക്ക് വീതിച്ചു കൊടുത്ത പ്രദേശമാണ് ദോവാബ് പ്രദേശം. ബാൽബൻ്റെ കൊട്ടാരം അറിയപ്പെടുന്നത് ചുവന്ന കൊട്ടാരമാണ്. ബാൽബൻ്റെ ശവകുടീരം മെഹ്റൗളി ന്യൂഡൽഹിയിലാണ്. ഗിയാസുദ്ദീൻ ബാൽബൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന കരുതപ്പെടുന്ന ദ്വൈത സിദ്ധാന്ത വക്താവാണ് ആര്? മാധവാചാര്യർ. അതുപോലെ തന്നെ അടിമവംശത്തിലെ അവസാനത്തെ സുൽത്താനാണ് കൈക്കോബാദ്. സുൽത്താൻ ഭരണ കാലഘട്ടത്തിലെ ഔദ്യോഗിക ഭാഷയാണ് പേർഷ്യൻ. അടുത്തത് പോളോ കളിക്കിടയിൽ കുതിരപ്പുറത്തു നിന്നും വീണ് മരിച്ച ഡൽഹി ഭരണാധികാരിയാണ് ഖുത്ബുദ്ദീൻ ഐബക്ക്. പവലിയൻ തകർന്ന് വീണ മരിച്ച തുഗ്ലക് ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. ജ്വരം ബാധിച്ച് മരിച്ച തുഗ്ലക് ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. വെടിമരുന്ന് ശാലയിൽ തീപിടുത്തത്തിൽ മരിച്ച സൂർ ഭരണാധികാരിയാണ് പേർഷ. ഗ്രന്ഥശാലയുടെ കോണിപ്പടിയിൽ നിന്ന് വീണ് മരിച്ച മുഗൾ ഭരണാധികാരിയാണ് ഹുമയൂണ്. അപ്പോൾ പോളോ കളിക്കുന്നതിനിടയിൽ കുതിരപ്പുറത്തു നിന്ന് വീണത് ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്കാണ്. പവലിയൻ തകർന്ന് വീണ് മരിച്ച തുഗ്ലക് ഭരണാധികാരി ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. ജ്വരം ബാധിച്ച് മരിച്ച തുഗ്ലക് ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. വെടിമരുന്ന് ശാലയിലെ തീപിടുത്തത്തിൽ മരിച്ച ഭരണാധികാരിയാണ് ആര്? പേർഷ്വ. ഗ്രന്ഥശാലയുടെ കോണിപ്പടിയിൽ നിന്ന് വീണ് മരിച്ച മുഗൾ ഭരണാധികാരി ഹുമയൂണാണ്. അപ്പോൾ വടവംശം കഴിഞ്ഞു. നമുക്ക് ഇനി ഖിൽജി വംശമാണ് നോക്കുന്നത്. ഖിൽജി വംശം 1290 തൊട്ട് 1320 വരെയാണ് ഖിൽജി വംശം. അപ്പോൾ 1290 തൊട്ട് 1320 വരെയാണ് ഖിൽജി വംശം. ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശമാണ് ഖിൽജി. ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശമാണ് ഖിൽജി. ജലാലുദ്ദീൻ ഖിൽജിയാണ് നമ്മൾ പറയുന്നത്. 1290 തൊട്ട്
1296 വരെയാണ് 6 വർഷമാണ് ആരിരുന്നത്? ജലാലുദ്ദീൻ ഖിൽജി ഇരുന്നത്. ഖിൽജി രാജവംശ സ്ഥാപകനാണ് ജലാലുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. ഖിൽജി രാജവംശത്തിൻ്റെ തലസ്ഥാനം ഡൽഹിയിലായിരുന്നു. ജലാലുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ നാമമാണ് മാലിക് ഫിറോസ്. ജലാലുദ്ദീൻ ഖിൽജി വംശം സ്ഥാപിച്ചത് ആരെ കൊലപ്പെടുത്തിയാണ്? കൈക്കോബാദിനെ. കാരണം നമ്മളറിയാം അടിവംശം ഏറ്റവും ലാസ്റ്റ് സുൽത്താനാണ് കൈക്കോബാദ്. കൈക്കോബാദിനെ ആക്രമിച്ചിട്ടാണ് കൊലപ്പെടുത്തിയിട്ടാണ് ആര് ഖിൽജി വംശം സ്ഥാപിക്കുന്നത്? ജലാലുദ്ദീൻ ഖിൽജി. ജലാലുദ്ദീൻ രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിച്ച സന്യാസിയാണ് സിദ്ധി മൗല. ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ച അദ്ദേഹത്തിൻ്റെ മരുമകനാണ് അലാവുദ്ദീൻ ഖിൽജി. അപ്പോൾ എന്താണ് ഈ ജലാലുദ്ദീൻ ഖിൽജിയാണ് ഈ അടിമവംശമല്ല ഖിൽജി വംശത്തിൻ്റെ രാജവംശ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഖിൽജി രാജവംശത്തിൻ്റെ തലസ്ഥാനം ഡൽഹിയായിരുന്നു. അപ്പോൾ ജലാലുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ പേരെന്താണ്? മാലിക് ഫിറോസ് എന്നാണ്. അപ്പോൾ ഈ അടിമവംശത്തിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ അല്ലെങ്കിൽ അവസാന സുൽത്താനായിട്ടുള്ള കൈക്കോബാദിനെ കൊലപ്പെടുത്തിയിട്ടാണ് അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്യുന്നത്? ഖിൽജി വംശം തന്നെ സ്ഥാപിച്ചത്. അപ്പോൾ ജലാലുദ്ദീൻ രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിച്ച സന്യാസിയാണ് ആര്? സിദ്ധി മൗല. ജലാലുദ്ദീൻ രാജ്യദ്രോഹം കുറ്റം ചുമത്തി വധിച്ചത് ആരെയാണ്? സിദ്ധി മൗല എന്ന സന്യാസിയാണ്. അപ്പോൾ ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ച അദ്ദേഹത്തിൻ്റെ മരുമകനാണ് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. അപ്പോൾ അടുത്ത ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. അപ്പം ജലാലുദ്ദീൻ ഖിൽജിയെ തൻ്റെ മരുമകൻ അലാവുദ്ദീൻ ഖിൽജി കൊല്ലുന്നു. അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്യുന്നു? അധികാരമേൽക്കുന്നു. 1296 തൊട്ട് 1316 വരെ. ഖിൽജി വംശത്തിലെ പ്രമുഖ ഭരണാധികാരിയായിരുന്നു ആര്? അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി യഥാർത്ഥ പേരെന്താണ്? അലി ഗർഷപ്പ് എന്നാണ്. രണ്ടാം അലക്സാണ്ടർ അല്ലെങ്കിൽ സിക്കന്ദർ സൈനി അല്ലെങ്കിൽ രണ്ടാം അലക്സാണ്ടർ എന്ന സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയാണ് ആര്? അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാം അലക്സാണ്ടർ അല്ലെങ്കിൽ സിക്കന്ദർ സൈനി എന്ന സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരി ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജി 1296 തൊട്ട് 1316 വരെ ഇരിക്കുന്നു. പ്രമുഖ ഭരണാധികാരിയാവുന്നു. യഥാർത്ഥ പേര് എന്താണ്? ഗർഷപ്പ് എന്നാണ്. അലി ഗർഷപ്പ് എന്നാണ്. രണ്ടാം അലക്സാണ്ടർ അല്ലെങ്കിൽ സിക്കന്ദർ സൈനി എന്ന സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയാണ് ആര്? അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പോൾ മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തൻ എന്നറിയപ്പെടുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. മദ്യവും ലഹരി പദാർത്ഥങ്ങളും നിരോധിച്ച ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. രാജഭരണത്തിൽ വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിച്ച സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണം നടപ്പിലാക്കിയ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജി. കുറഞ്ഞ ചിലവിൽ വലിയ സൈന്യത്തെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടെ അലാവുദ്ദീൻ ഖിൽജി നടപ്പിലാക്കിയ പരിഷ്കാരമാണ് കമ്പോള നിയന്ത്രണം. അപ്പോൾ മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തൻ എന്നറിയപ്പെടുന്നു. മദ്യവും ലഹരി പദാർത്ഥങ്ങൾ നിരോധിച്ചു. അതുപോലെ തന്നെ രാജഭരണത്തിൽ വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിച്ചതും അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണം നടപ്പിലാക്കിയതാണ് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഈ കുറഞ്ഞ ചിലവിൽ വലിയ സൈന്യത്തെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അലാവുദ്ദീൻ ഖിൽജി നടപ്പിലാക്കിയ പരിഷ്കാരമാണ് കമ്പോള നിയന്ത്രണം. കമ്പോള നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അലാവുദ്ദീൻ ഖിൽജി നിയമിച്ച ഉദ്യോഗസ്ഥന്മാരാണ് ഷഹാന എന്ന് പറയുന്നത്. അലാവുദ്ദീൻ സ്ഥാപിച്ച കച്ചവട കേന്ദ്രം അറിയപ്പെടുന്നത് സെറായി ആദിൽ എന്നാണ്. അലാവുദ്ദീൻ സ്ഥാപിച്ച കച്ചവട കേന്ദ്രം അറിയപ്പെടുന്നത് സെറായി ആദിലാണ്. മധ്യകാല ഇന്ത്യയിലെ തപാൽ സമ്പ്രദായം പരിഷ്കരിച്ച സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. മധ്യകാല ഇന്ത്യയിലെ തപാൽ സമ്പ്രദായം പരിഷ്കരിച്ച സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. കരംപിരിവ് കൃത്യമാക്കാൻ അലാവുദ്ദീൻ ഖിൽജി ആരംഭിച്ച വകുപ്പാണ് ദിവാനി മുഷ്താഖ് രാജ് എന്ന കരംപിരിവ് കൃത്യമാക്കാൻ ആരംഭിച്ച ഒരു വകുപ്പാണ്. ഇനി കൃഷിഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ ഉത്തരവിട്ട ആദ്യ ഡൽഹി സുൽത്താനാണ്. ഭൂമി അളവിനായി ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന യൂണിറ്റാണ് ബിശ്വ. ഭൂനികുതി നേരിട്ട് പണമായി നൽകാൻ ഉത്തരവിട്ട സുൽത്താൻ. സിറി പട്ടണം, സിറി കോട്ട, അലൈ ദർവാസ എന്നിവ പണി കഴിപ്പിച്ച ഭരണാധികാരി. അതായത് കുത്തബ് മിനാറിൻ്റെ കവാടമായിട്ടുള്ള സിറി പട്ടണം, സിറി കോട്ട, അലൈ ദർവാസ. അപ്പം കുത്തബ് മിനാറിൻ്റെ കവാടം എന്ന് പറഞ്ഞാൽ അലൈ ദർവാസയാണ് കേട്ടോ. അപ്പോൾ സിറി പട്ടണവും കോട്ടയും അതുപോലെ തന്നെ അലൈ ദർവാസ കുത്തബ് മിനാറിൻ്റെ കവാടവും ഒക്കെ പണി കഴിപ്പിച്ചത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. ഡൽഹിയിൽ ജമായത്ത് ഖാന പള്ളി പണികഴിപ്പിച്ചതും അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇന്ത്യയിൽ ഒരു മുസ്ലിം ഭരണാധികാരിയും ഹിന്ദു രാജകുമാരിയും തമ്മിലുള്ള ചരിത്രത്തിലെ ആദ്യ വിവാഹമാണ്
അലാവുദ്ദീൻ ഖിൽജിയും ഗുജറാത്തിലെ രാജാവിൻ്റെ വിധവയായ കമലാദേവിയും തമ്മിൽ നടന്നത്. അപ്പം ഒരു മുസ്ലിം ഭരണാധികാരിയും ഒരു രാജകുമാരിയും തമ്മിൽ, ഒരു ഹിന്ദു രാജകുമാരിയും തമ്മിൽ കല്യാണം കഴിച്ചു. ആദ്യ കല്യാണം. അപ്പോൾ അതാണ് ആദ്യ വിവാഹം, ചരിത്രത്തിലെ ആദ്യ വിവാഹം എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയും ഗുജറാത്തിലെ രാജാവിൻ്റെ വിധവയായ കമലാദേവിയും തമ്മിലാണ് അങ്ങനൊരു ചരിത്രത്തിലെ ആദ്യ വിവാഹം നടന്നത്, ഹിന്ദു മുസ്ലിം വിവാഹം നടന്നത്. അലാവുദ്ദീൻ ഖിൽജി ചിറ്റോർ ആക്രമിച്ചത് 1303-ലാണ്. 1303 അലാവുദ്ദീൻ ഖിൽജി ചിറ്റോർ ആക്രമിച്ചു. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയെക്കുറിച്ച് ഷോർട്ടായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ, മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തൻ എന്നറിയപ്പെടുന്നു. മദ്യലഹരിയൊക്കെ എന്ത് ചെയ്തു, നിരോധിച്ചു. അതുപോലെ വ്യക്തിബന്ധങ്ങൾക്ക് വലിയ സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ കമ്പോള നിയന്ത്രണം നടപ്പിലാക്കി. കമ്പോള നിയന്ത്രണം എന്ന് വെച്ചാൽ കുറഞ്ഞ ചിലവിൽ വലിയ സൈന്യത്തെ നിലനിർത്തുക, അങ്ങനെയുള്ളൊരു പരിഷ്കാരമാണ് കമ്പോള നിയന്ത്രണം. അതുപോലെ തന്നെ ഇത് നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചതാണ് ഷഹാന. അപ്പോൾ പിന്നെന്താണ്, കച്ചവട കേന്ദ്രം അറിയപ്പെടുന്നത് എന്തായിരുന്നു, സറായി ഇ ആദിൽ എന്നായിരുന്നു. അതുപോലെ തന്നെ തപാൽ സമ്പ്രദായം പരിഷ്കരിച്ച സുൽത്താനും, മധ്യകാല ഇന്ത്യയിലെ തപാൽ സമ്പ്രദായം ആരാണ് പരിഷ്കരിച്ചത്, അലാവുദ്ദീൻ ഖിൽജിയാണ്. കരംപിരിവ് കൃത്യമാക്കാൻ വേണ്ടിയിട്ട് ഒരു വകുപ്പ് കൊണ്ടുവന്നു, അതാണ് ദിവാൻ ഇ മുഷ്താഖ് രാജ്. ആ വകുപ്പാണ് ദിവാൻ ഇ മുഷ്താഖ് രാജ്. കൃഷിഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ ഉത്തരവിട്ട ഡൽഹി സുൽത്താൻ ആരായിരുന്നു, ഖിൽജിയാണ്. അതുപോലെ തന്നെ ഭൂമി അളവിനായിട്ട് ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന യൂണിറ്റ് ഏതായിരുന്നു, ബിശ്വായിരുന്നു. ഭൂനികുതി നേരിട്ട് പണമായി നൽകാൻ ഉത്തരവിട്ട സുൽത്താനുമാരായിരുന്നു, അലാവുദ്ദീൻ ഖിൽജിയായിരുന്നു. സിറി പട്ടണം, സിറി കോട്ട, അലൈ ദർവാസ, കുത്തബ് മിനാറിൻ്റെ കവാടമൊക്കെ പണികഴിപ്പിച്ചതും അലാവുദ്ദീൻ ഖിൽജിയാണ്. അതുപോലെ തന്നെ ഡൽഹിയിലെ ജമായത്ത് ഖാന പള്ളി പണികഴിപ്പിച്ചതും അദ്ദേഹം തന്നെയാണ്. പിന്നെ ഇന്ത്യയിൽ ഒരു മുസ്ലിം ഭരണാധികാരിയും ഹിന്ദു രാജകുമാരിയും തമ്മിലുള്ള ചരിത്രത്തിലെ ആദ്യ വിവാഹം നടന്നതും ഈ അലാവുദ്ദീൻ ഖിൽജിയും ഗുജറാത്തിലെ രാജാവിൻ്റെ വിധവയായ കമലാദേവിയും തമ്മിലായിരുന്നു. അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖിൽജി ചിറ്റോർ ആക്രമിച്ചത് 1303-ലാണ്. 1303-ലാണ് എന്ത് ചെയ്യുന്നത്, അലാവുദ്ദീൻ ഖിൽജി ചിറ്റോർ ആക്രമിക്കുന്നത് 1303. അപ്പോൾ ചിറ്റോർ രാജാവ് രത്തൻ സിംഗിൻ്റെ ഭാര്യ പത്മാവതിയും അലാവുദ്ദീൻ ഖിൽജിയും കഥാപാത്രങ്ങളാവുന്ന ഇതിഹാസ കാവ്യമാണ് പത്മാവത്. അപ്പോൾ ചിറ്റോർ രാജാവ് രത്തൻ സിംഗിൻ്റെ ഭാര്യ പത്മാവതിയും അലാവുദ്ദീൻ ഖിൽജിയും കഥാപാത്രങ്ങളാവുന്ന ഒരു ഇതിഹാസ കാവ്യമുണ്ട്, അതാണ് പത്മാവത് എന്ന് പറയുന്നത്. പത്മാവത് എന്ന ഹിന്ദുസ്ഥാനി ഭാഷയിലെ കാവ്യം രചിച്ച സൂഫി സന്യാസിയാണ് മാലിക് മുഹമ്മദ് ജായ്സി. അപ്പോൾ പത്മാവത് എന്ന ഹിന്ദുസ്ഥാനി ഭാഷയിലെ കാവ്യം രചിച്ച സൂഫി സന്യാസിയാണ് മാലിക് മുഹമ്മദ് ജായ്സി എന്ന് പറയുന്നത്. അലാവുദ്ദീൻ ഖിൽജിയുടെ ഗുജറാത്ത് ആക്രമണത്തിൻ്റെ ഭാഗമായി പിടിച്ചെടുത്ത തുറമുഖമാണ് കാംബെ. അലാവുദ്ദീൻ ഖിൽജിയുടെ ഗുജറാത്ത് ആക്രമണത്തിൻ്റെ ഭാഗമായി പിടിച്ചെടുത്ത തുറമുഖം ഏതാണ്, കാംബെ. ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയ മുസ്ലിം ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. സൈനികർക്ക് ശമ്പളമായി ഭൂമിക്ക് പകരം പണം നൽകാൻ ആരംഭിച്ചത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഓരോ സൈനികൻ്റെയും വിവരങ്ങൾ ശേഖരിച്ച് വെച്ചിരുന്ന സമ്പ്രദായമാണ് ഷെഹ്റ. ഇറാഖിൽ നിന്ന് തുറമുഖങ്ങൾ വഴി മികച്ച ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്ത ഭരണാധികാരിയും അലാവുദ്ദീൻ ഖിൽജിയാണ്. കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന ദാഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചതും അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇൽത്തുമിഷ് ആരംഭിച്ച ഇക്ത സമ്പ്രദായം അവസാനിപ്പിച്ചതും അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പോൾ ചിറ്റോർ രാജാവ് രത്തൻ സിംഗിൻ്റെ ഭാര്യ പത്മാവതിയും അലാവുദ്ദീൻ ഖിൽജിയും കഥാപാത്രങ്ങളാവുന്ന ഒരു ഇതിഹാസ കാവ്യമുണ്ട്, അതാണ് ഇത് പത്മാവത് എന്ന് പറയുന്നത്. ഈ പത്മാവത് എന്ന ഹിന്ദുസ്ഥാനി ഭാഷയിലെ കാവ്യം സൂഫി സന്യാസി ആണ് രചിച്ചത്, അതാരണം മാലിക് മുഹമ്മദ് ജായ്സിയാണ്. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയുടെ ഗുജറാത്ത് ആക്രമണത്തിൻ്റെ ഭാഗമായി പിടിച്ചെടുത്ത തുറമുഖമാണ് ഇത് കാംബെ. ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയ മുസ്ലിം ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. അതുപോലെ തന്നെ സൈനികർക്ക് ശമ്പളമായി ഭൂമിക്ക് പകരം പണം കൊടുത്തു. ഓരോ സൈനികൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് വെച്ചിരുന്ന സമ്പ്രദായമാണ് ഷെഹ്റ. ഇറാഖിൽ നിന്ന് തുറമുഖങ്ങൾ വഴി മികച്ച ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്ത ഭരണാധികാരിയും അലാവുദ്ദീൻ ഖിൽജിയാണ്. കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന ദാഗ് സമ്പ്രദായം തുടക്കം കുറിച്ചതും ആരാണ്, അലാവുദ്ദീൻ ഖിൽജിയാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് എന്താണ് പറയുന്നത്, ഇൽത്തുമിഷ് ആരംഭിച്ച ഇക്ത സമ്പ്രദായം അവസാനിപ്പിച്ചത് ആരാണ്, അലാവുദ്ദീൻ ഖിൽജിയാണ്. അടുത്തത് അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവിയാണ് ആര്, അമീർ ഖുസ്രു. അമീർ ഖുസ്രു ആണ് അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവി. അമീർ ഖുസ്രുവിൻ്റെ യഥാർത്ഥ പേര് അബുൾ ഹസൻ. ഉറുദു ഭാഷയുടെ പിതാവ് അമീർ ഖുസ്രു ആണ്. ഉറുദു ഹോമർ എന്നറിയപ്പെടുന്ന അമീർ ഖുസ്രു ആണ്. ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്ന അമീർ ഖുസ്രു ആണ്. സിത്താർ, തബല എന്നിവ കണ്ടുപിടിച്ചത് അമീർ ഖുസ്രു ആണ്. അപ്പം അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവിയാണ് അമീർ ഖുസ്രു. അമീർ ഖുസ്രു യഥാർത്ഥ പേര് അബുൾ ഹസൻ എന്നാണ്. ഉറുദു ഭാഷയുടെ പിതാവ്, ഉറുദു ഹോമർ, ഇന്ത്യയുടെ തത്ത, സിത്താർ, തബല എന്നിവ കണ്ടുപിടിച്ച് ഇതെല്ലാം ആരാണ്, അമീർ ഖുസ്രു ആണ്. അമീർ ഖുസ്രുവിൻ്റെ പ്രധാന കൃതികളാണ് ലൈല മജ്നു, അയനി സിക്കന്ദരി, തുഗ്ലക് നാമ, താരിഖ് ഇ അല, ആഷിഖ. ഇതെല്ലാം എന്താണ്, അമീർ ഖുസ്രുവിൻ്റെ പ്രധാന കൃതികളാണ്. സൂഫി ഭക്തിഗാനമായ ഖവാലിയുടെ പിതാവ് അമീർ ഖുസ്രു ആണ്.
സംഗീതോപകരണങ്ങൾ വായിക്കുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന സൂഫി ആചാരമായ സാമയ്ക്ക് സവിശേഷമായ രൂപം നൽകിയത് അമീർ ഖുസ്രു ആണ്. ബാൽബൻ, അലാവുദ്ദീൻ ഖിൽജി, ഫിറോസ് ഷാ തുഗ്ലക് എന്നിവരുടെ സദസ്സിലുണ്ടായിരുന്ന കവിയാണ് അമീർ ഖുസ്രു. ക്യാബ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്ന ഭാഷയാണ് ഉറുദു. ക്യാബ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്ന ഭാഷയാണ് ഉറുദു. അപ്പോൾ എന്താണ്? അമീർ ഖുസ്രുവിൻ്റെ പ്രധാന കൃതികളാണ് ലൈല മജ്നു, അയൻ-ഇ സിക്കന്ദരി, തുഗ്ലക്നാമ താരിഖ് അല ആഷിഖ. അപ്പോൾ സൂഫി ഭക്തിഗാനമായ ഖവാലിയുടെ പിതാവ് അമീർ ഖുസ്രു ആണ്. സംഗീതോപകരണങ്ങൾ വായിക്കുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന സൂഫി ആചാരമായ സാമയ്ക്ക് എന്താണ് സവിശേഷമായ രൂപം നൽകിയതും അമീർ ഖുസ്രു ആണ്. ബാൽബൻ, അലാവുദ്ദീൻ ഖിൽജി, ഫിറോസ് ഷാ തുഗ്ലക് ഇവരുടെയൊക്കെ സദസ്സിൽ ഉണ്ടായിരുന്ന കവിയായിരുന്നു അമീർ ഖുസ്രു. ക്യാബ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്ന ഭാഷയാണ് ഇത്. ക്യാബ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്ന ഭാഷയാണ് ഉറുദു. ഓക്കെ. രാജവംശങ്ങളും സ്ഥാപകരും. വിജയനഗര സാമ്രാജ്യം ഹരിഹരൻ ബുക്കൻ. വിജയനഗര സാമ്രാജ്യം ആരാണ് സ്ഥാപിക്കുന്നത്? ഹരിഹരനും ബുക്കനുമാണ്. ബാഹ്മിനി സാമ്രാജ്യം അലാവുദ്ദീൻ ബാഗ്മാൻ ഷാ. അതുപോലെ മുഗൾ വംശം ബാബർ, മറാത്ത വംശം ശിവജിയാണ്. അപ്പോൾ വിജയനഗര സാമ്രാജ്യം ആരാണ് സ്ഥാപിക്കുന്നത്? ഹരിഹരനും ബുക്കനും. ബാഹ്മിനി സാമ്രാജ്യം ആരാണ്? അലാവുദ്ദീൻ ബാഗ്മാൻ ഷാ. മുഗൾ വംശം ബാബറാണ്. മറാത്ത വംശം ആരാണ്? ശിവജിയാണ്. ഓക്കെ. ജാഗിർദാരി സമ്പ്രദായം നിർത്തലാക്കിയ ആദ്യ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഡെക്കാൻ പ്രദേശം കീഴടക്കിയ ആദ്യ മുസ്ലിം ഭരണാധികാരിയും അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പോൾ ജാഗിർദാരി സമ്പ്രദായം നിർത്തലാക്കി അതുപോലെ തന്നെ ഡെക്കാൻ പ്രദേശം കീഴടക്കിയ ആദ്യ മുസ്ലിം ഭരണാധികാരി ആരെയാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. തെക്കേ ഇന്ത്യ ആക്രമിച്ച ആദ്യ സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. സൗത്ത് ഇന്ത്യ. അലാവുദ്ദീൻ ഖിൽജിയുടെ സർവ്വ സൈന്യാധിപനാണ് മാലിക് കഫൂർ. അലാവുദ്ദീൻ ഖിൽജിക്ക് വേണ്ടി തെക്കേ ഇന്ത്യയിൽ ആക്രമണം നടത്തിയ സൈന്യാധിപനാണ് മാലിക് കഫൂർ. അപ്പോൾ മാലിക് കഫൂർ ആക്രമിച്ച് കീഴടക്കിയ ആദ്യ തെക്കേ ഇന്ത്യൻ പ്രദേശമാണ് ദേവഗിരി. അലാവുദ്ദീൻ ഖിൽജിയെ വധിച്ച അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനാണ് മാലിക് കഫൂർ. ഖിൽജി വംശത്തിലെ അവസാനത്തെ പ്രധാന ഭരണാധികാരിയാണ് മുബാറക് ഷാ. മുബാറക് ഷായെ വധിച്ച ഡൽഹിയുടെ സിംഹാസനം പിടിച്ചെടുത്തത് ഖുസ്രു ഖാനാണ്. അപ്പോൾ ജാഗിർദാരി സമ്പ്രദായം നിർത്തലാക്കിയ ആദ്യ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. അതുപോലെ തന്നെ ഡെക്കാൻ പ്രദേശം കീഴടക്കിയ ആദ്യ മുസ്ലിം ഭരണാധികാരിയും അലാവുദ്ദീൻ ഖിൽജിയാണ്. തെക്കേ ഇന്ത്യ ആക്രമിച്ച ആദ്യ സുൽത്താൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ആക്രമിച്ച ആദ്യ സുൽത്താനാണ് ആര്? അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. അലാവുദ്ദീൻ ഖിൽജിയുടെ സർവ്വ സൈന്യാധിപനാണ് മാലിക് കഫൂർ. അലാവുദ്ദീൻ ഖിൽജിയുടെ സർവ്വ സൈന്യാധിപനാണ് മാലിക് കഫൂർ. അലാവുദ്ദീൻ ഖിൽജിക്ക് വേണ്ടി തെക്കേ ഇന്ത്യയിൽ ആക്രമണം നടത്തിയ സൈന്യാധിപനാണ് മാലിക് കഫൂർ. അലാവുദ്ദീൻ ഖിൽജിയുടെ സർവ്വ സൈന്യാധിപനാണ് മാലിക് കഫൂർ. അലാവുദ്ദീൻ ഖിൽജിക്ക് വേണ്ടി തെക്കേ ഇന്ത്യയിൽ ആക്രമണം നടത്തിയ സൈന്യാധിപനാണ് മാലിക് കഫൂർ. മാലിക് കഫൂർ ആക്രമിച്ച് കീഴടക്കിയ ആദ്യ തെക്കേ ഇന്ത്യൻ പ്രദേശമാണ് ദേവഗിരി. അലാവുദ്ദീൻ ഖിൽജിയെ വധിച്ച അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനാണ് മാലിക് കഫൂർ. അപ്പോൾ നമുക്കറിയാം സൈന്യാധിപനായിരുന്നു മാലിക് കഫൂർ. അദ്ദേഹത്തെ വധിച്ചതും ആരാനാണ്? അലാവുദ്ദീൻ ഖിൽജിയെ വധിച്ചതും മാലിക് കഫൂർ തന്നെയാണ്. ഖിൽജി വംശത്തിലെ അവസാനത്തെ പ്രധാന ഭരണാധികാരിയാണ് മുബാറക് ഷാ. അപ്പോൾ അവസാനത്തെ ഭരണാധികാരി ആരാണ് ഖിൽജി വംശത്തിലെ? മുബാറക് ഷായാണ്. മുബാറക് ഷായെ വധിച്ച് ഡൽഹിയുടെ സിംഹാസനം പിടിച്ചെടുത്തത് ഖുസ്രു ഖാൻ. ഖുസ്രു ഖാനാണ് മുബാറക് ഷായെ വധിച്ച് ഡൽഹിയുടെ സിംഹാസനം പിടിച്ചെടുത്തത്. ഓക്കെ.